കണ്ണൂരും കോഴിക്കോടും കള്ളവോട്ട് പരാതിയുമായി LDF. കണ്ണൂർ മണ്ഡലത്തിൽ വീട്ടിലെത്തിയുള്ള വോട്ടിൽ കള്ളവോട്ട് നടന്നെന്നും കോൺഗ്രസ് അനുഭാവിയായ BLO ഇതിന് കൂട്ടുനിന്നെന്നുമാണ് ആരോപണം. പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്ത് കോഴിക്കോട് പെരുവയലിൽ ആളുമാറി വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പരാതി. LDF ഏജന്റ് എതിർത്തിട്ടും ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്യാൻ അനുവദിച്ചെന്നും ആക്ഷേപമുണ്ട്. നമുക്ക് സിനോജ് തോമസിന്റെ റിപ്പോർട്ട് കാണാം. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള ആദ്യഘട്ട അവസരം ഇന്ന് അവസാനിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിരവധി ആളുകളാണ് വീട്ടിലിരുന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഭിന്നശേഷിക്കാരും നേരത്തെ അപേക്ഷ നൽകിയവർക്കാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. എന്നാൽ പെരുവയൽ, കോഴിക്കോട് മണ്ഡലത്തിലെ പെരുവയൽ 84 നമ്പർ ബൂത്തിൽ ഒരു പരാതി ഉയർന്നിരിക്കുകയാണ്. അതായത് ഈ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷ നൽകിയ 91 വയസ്സുള്ള ജാനകി അമ്മയുടെ വോട്ട് മറ്റൊരു ജാനകി അമ്മ ചെയ്തെന്നാണ് പരാതി. ആ ജാനകി അമ്മയ്ക്കാണെങ്കിൽ 80 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് LDFന്റെ സ്ഥാനാർത്ഥിയുടെ ഏജന്റായ ഇദ്ദേഹം ഒപ്പമുണ്ടായിരുന്നു. ഇദ്ദേഹം എതിർപ്പ് അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താ ചേട്ടാ സംഭവിച്ചത്? നമ്മുടെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കുന്നമംഗലം മണ്ഡലത്തിലെ പെരുവേൽ കൊടശ്ശേരി താഴത്ത് 84 ബൂത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ 85 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒക്കെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ കൊടുത്ത ആ ലിസ്റ്റിലുള്ള 85 വയസ്സ് പ്രായമുള്ളവരെ മുഴുവൻ പേരുടെയും ലിസ്റ്റില്ല. വളരെ കുറച്ച് ആളുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ കൊടശ്ശേരി താഴത്ത് ഉള്ള പായമ്പറത്ത് ജാനകി അമ്മ, അവിടെ ക്രമ നമ്പർ 74. അതുപോലെ തന്നെ കൊടശ്ശേരി ജാനകി അമ്മ, അതിന് 80 വയസ്സായിട്ടുള്ള ഉള്ളത്. അവരെടുത്താണ് ഈ BLO പോയെന്നാണ് പറഞ്ഞത്. അവരുടെ നിന്ന് ഒപ്പ് വാങ്ങി, അവരെ ID കാർഡില്ല, അവരെ ആധാർ നമ്പറാണ് വാങ്ങിപ്പോയത്. അവർക്ക് 80 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ലിസ്റ്റിൽ വന്നത് പായമ്പറത്ത് ജാനകിയമ്മ എന്ന പേരിലാണ് ലിസ്റ്റിൽ വന്നത്. ഈ സംഭവത്തിന് ശേഷം BLO ഇവിടെ എത്തിയിരുന്നോ? ബൂത്ത് ലെവൽ ഓഫീസർ ആരെങ്കിലും വന്നിരുന്നോ അമ്മ ഇവിടെ? ആരെങ്കിലും ഇവിടെ വന്നിട്ട് തെറ്റുപറ്റിയതാണെന്ന് ആരും പറഞ്ഞിരുന്നോ? ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ഇവിടെ ഇന്നലെ വന്നതാ. ഇന്നലെ വന്നിരുന്നോ? ഇന്ന് രാവിലെ വന്നു. ആരാ വന്നതാരാ? വന്നത് ഓഫീസറോ ആരാന്ന് എനിക്ക് അത്ര അറിയുള്ളൂ. എന്താ അവര് പറഞ്ഞത്? പറഞ്ഞ് തെറ്റ് പോലോട് പറ്റിപ്പോയി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, അമ്മ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല, ഇന്നെ വോട്ട് ചെയ്യണം എനിക്ക്. അങ്ങനെ വന്നു പോയി. അത് അമ്മ ഒഴിവാക്കി തരണം എന്നൊക്കെ പറഞ്ഞു, സങ്കടം പറഞ്ഞു പോയിട്ടുണ്ട്. പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞോ? ഓ ഒക്കെ പറഞ്ഞു. പരാതി കൊടുത്താൽ എന്താ പ്രശ്നം? എൻ്റെ പണി പോവും. ആ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല. മാപ്പ് പറഞ്ഞോ? മാപ്പ് തന്നെയാ പറഞ്ഞത് മൂപ്പര്. അപ്പം അങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ മുമ്പൊക്കെ അത് പറ്റി പിന്നെ പറയാൻ അങ്ങനെ മുറിച്ച് പറയാൻ പറ്റിയ ആളല്ല. പരിചയമുള്ള ആളാണോ? ഓ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വോട്ട് ചെയ്യേണ്ടത് ഇല്ലാണ്ട് ആക്കണ്ട, അതെനിക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അങ്ങനെ വന്നു പോയി അമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടു? പക്ഷെ അമ്മ ഈ വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അപേക്ഷ കൊടുത്തത് കൊണ്ട് അമ്മയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല ബൂത്തിൽ പോയിട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമല്ലോ, പോയില്ല. അങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടു, ഇനിയിപ്പോൾ ചെയ്യണ്ടെന്ന് വെച്ച് നിൽക്കുക അല്ലാണ്ട്. സങ്കടം ഉണ്ടോ വോട്ട് പോയതിൽ? അത് പിന്നെ മിനിറ്റ് അങ്ങനെ ഒരാൾ പറ്റിപ്പോയില്ലേ. പറ്റിപ്പോയതിനെ കൊണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരുടെ വാക്കായാലും നമ്മളൊന്ന് കൂട്ടത്തിലുള്ള ഇവരൊക്കെ പറഞ്ഞിരുന്നു അത് ജാനകി അമ്മയാണ്, ആള് മാറിയതാന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടില്ലെന്ന് അവരൊക്കെ പറഞ്ഞിട്ടും മോനോട് തെറ്റ് വന്നു പോയതെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറാ? അങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങനെ നിന്നോട്ടെ. അല്ല നിങ്ങളൊക്കെ എല്ലാ ഇലക്ഷനും വോട്ട് ചെയ്യാറുണ്ടായിരുന്നമ്മ? ചെയ്യണമെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പറഞ്ഞു ഇങ്ങനെ വന്നു പോയില്ലേ. അല്ല കഴിഞ്ഞ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടോ അമ്മ? ഓ ഇവിടെ വന്ന് ചെയ്തിനല്ലോ. എനിക്ക് വയ്യാതെ എൻ്റെ മോനാ ചെയ്തത്. അന്ന് ചെങ്ങായി ഇവിടെ ഉണ്ട്. ഞാൻ ഓനോട് പറയുകയും ചെയ്തു, അന്ന് ഈ വന്നില്ലേനോ, പിന്നെ എനിക്ക് ഓർമ്മയില്ലേ, പിന്നെ എങ്ങനെ എൻ്റെ വയസ്സും എൻ്റെ പേരും ഒക്കെ തെറ്റിപ്പോവുക എന്നൊക്കെ ഞാനും പറഞ്ഞു. പിന്നെ ഞാനെന്ത് പറയണ്ടു? BLO വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിച്ചിരുന്നു, പരാതി കൊടുക്കരുതെന്ന് പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത്. ഈ 91 വയസ്സുള്ള അമ്മയ്ക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് പോസ്റ്റൽ വോട്ടിന് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ അപേക്ഷ നൽകിയതുകൊണ്ട് ഇനി ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനും ഈ അമ്മയ്ക്ക് കഴിയില്ല. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ കോഴിക്കോട്.